പൊള്ളാച്ചിയുടെ ഉൾഗ്രാമങ്ങളിൽ കൂടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് നേരെ വന്നിരിക്കുന്നത് മയിലാടുംതുറ എന്ന പേരുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു ഗ്രാമമാണ്. അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു ഗ്രാമത്തിൽ കാണാനായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒന്നിലധികം ഗ്രാമങ്ങളുടെ കാഴ്ചകൾ നമ്മൾ കണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ ഒരു മയിലാടുംതുറയിലെ കാഴ്ചകൾ മാത്രമാണ് കാണുന്നത് കേട്ടോ. ഈ ഗ്രാമത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു ഷൂട്ടിംഗ് ഗ്രാമമാണ്. ഇവിടെ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ കാണുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നതാണ്. അങ്ങനെ ഒത്തിരി പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റി കിടന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഇന്നത് ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന സുദർശൻ എന്ന് പറഞ്ഞൊരു ബ്രോ ഉണ്ട്. ബ്രോ നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. നല്ലൊരു ഗ്രാമമാണ് കേട്ടോ. ഇവിടെ ഇതൊക്കെ വീടുകളാണ് ഈ കാണുന്നത്. ഇതുണ്ട്, ആസ്പെറ്റോസിൻ്റെ ഷീറ്റ് വെച്ച് നിർമ്മിച്ചേക്കുന്ന വീടുകളാണ്. അതിൻ്റെ ഭിത്തി ആയിക്കോട്ടെ, അതിൻ്റെ മേൽക്കൂര എല്ലാം ആസ്പെറ്റോസാണ്. അത്തരത്തിലുള്ള ചെറിയ വീടുകളും എന്താ പറയുക, പരമ്പരാഗതമായിട്ടുള്ള വീടുകളൊക്കെയാണ് ഈ ഗ്രാമത്തിൽ. അതായത് സാധാരണക്കാരാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. ചെറിയ വീടുകളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ പൊള്ളാച്ചിയാണല്ലോ, തെങ്ങുകൾ തന്നെയാണ് പ്രത്യേകത എന്ന് പറയാനുണ്ട്. ഒരുപാട് തെങ്ങിൻ തോട്ടങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണാൻ പോകുന്നത് കൈപ്പുള്ളൈ വീടെന്ന് പറഞ്ഞൊരു ചെറിയൊരു വീടാണ് കാണാൻ പോകുന്നത് കേട്ടോ. അല്ല ബ്രോ, കൈപ്പുള്ളൈ വീട്? കൈപ്പുള്ളൈ വീട്. ഇതൊക്കെ പുളിമരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഓല മെടയുന്ന കാഴ്ചയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതല്ലേ. അതും ഇവിടെ ഒരു തോടുണ്ട്. ആ തോടിൻ്റെ കരയിലാണ് അവർ ഓല മെടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് എന്തോരം പുളിയെ കാഴ്ച കിടക്കണമെന്ന് നോക്കി. ഇതൊന്നും ഒരു പറിച്ചെടുക്കുന്നില്ലേ? ഇതുണ്ടല്ലേ എന്തോരം പുളി, അതൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ടല്ലേ. ഇത് അവിടെ നമുക്ക് കുറേ പശുക്കളെ കാണാം. പാടശേഖരമായിരുന്നല്ലേ. ഇവിടെ ഇപ്പം വിതച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ വെറുതെ കിടക്കുകയാണ് എന്നാലും. അപ്പോൾ അതെ, ഈ ഒരു വീട് കണ്ടോ, ചെറിയ വീട്, കൈപ്പുള്ളൈ വീടെന്നാണ് ഈ വീടിൻ്റെ പേര്. ഇത് പഴയൊരു വീടായിരുന്നു കേട്ടോ. ഈ വീട് കുറച്ച് സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട്. തമിഴിലെ വിന്നർ മൂവിയിലുണ്ട്. പിന്നെ നമ്മുടെ മലയാളത്തിലെ മേഘം, മമ്മൂക്കയുടെ മേഘത്തിലൊക്കെ ഈ വീട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് വ്യത്യാസം വന്നോട്ടോ ഈ വീടിന്. പണ്ട് നല്ല രസമായിരുന്നു, ഒരു പഴമയുണ്ടായിരുന്നു. ആ പഴമ നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ലുക്ക് പോയിട്ടോ. ഇപ്പോൾ നേരത്തെ ഇത് ഓടായിരുന്നു. ഓടെല്ലാം മേൽക്കൂരിൽ നിന്ന് ഇറക്കിയിട്ട് ഇപ്പോൾ ഷീറ്റ് ഇട്ടേക്കുവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടോട്ടൽ ലുക്ക് തന്നെ മാറിപ്പോയി. ആ വീടാണെന്ന് ഇപ്പം മനസ്സിലാവുക പോലും ഇല്ല കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ ഒരു കൽത്തൂണായിരുന്നു. ഈ കൽത്തൂണിലായിരുന്നു ഇങ്ങനെ ഈ മേൽക്കൂര താങ്ങി നിന്നിരുന്നത്. ആ കൽത്തൂണൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതുകൊണ്ടില്ലേ, ആ തൂണൊക്കെ മാറ്റി ഇട്ടേക്കണമൊക്കെ. ഇഷ്ടികയൊക്കെ ആ വീടിൻ്റെ ഭാഗങ്ങളായിരുന്നു, എല്ലാം മാറ്റി ഇട്ടേക്കുവാണ് കേട്ടോ. അതുപോലെ ഓടായിരുന്നു, ഓടൊക്കെ എടുത്ത് മാറ്റി കൊണ്ടിട്ടേക്കണമൊക്കെ. ഇത് ഈയിടയ്ക്കാണ്ട് ചെയ്തതാണ് കേട്ടോ. കുറേ കാലം വരെയും നല്ല രസമായിരുന്നു ഈ വീട് കാണാനായിട്ട്. ആ ഓട് മാറ്റിയതുകൊണ്ട്, ഇതുകൊണ്ടില്ലേ, ഓട് മാറ്റിയതുകൊണ്ട് ആ പഴയൊരു ഭംഗി പോയെന്ന് പറയാം. നല്ല രസമായിരുന്നു ഈ വീട് കാണാനായിട്ട്. ചെറിയൊരു വീടാണ്, വീടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്താണ് ഇത് വീടായത്? നേരത്തെ വീടായിരുന്നു. അകത്തൊന്നുമില്ല കേട്ടോ. അകത്ത് തറയൊക്കെ സിമെൻറ്റ് ഉപയോഗിച്ച് തേച്ചിട്ടുണ്ട്. പിന്നെ കുറേ പണികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, കാലപ്പഴക്കം ചെന്നുകൊണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മേൽക്കൂരയൊക്കെ മാറ്റിയത്. അങ്ങനെ അപ്പം മേഘം മൂവിയിൽ ഒരു സീൻ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ സീൻ ആഡ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് വീഡിയോയിലെ കോപ്പിറൈറ്റ് കിട്ടും. അതായത് KP സലീലതയും കൊച്ചിൻ ഹനീഫയും അവരൊക്കെ സംസാരിക്കുന്നൊരു രംഗം ഇതിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. യൂട്യൂബിൽ കൈപ്പുള്ളൈ വീടെന്ന് സെർച്ച് ചെയ്താൽ മതി, കിട്ടും കേട്ടോ. ആ പഴയ കോലം കിട്ടും. ഇനി നമുക്കത് പറയാനല്ലേ പറ്റുള്ളൂ. ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്, വിന്നർ ഫാൾസ്. വിന്നർ ഫാൾസ് എന്ന പേര് വരാൻ കാരണം വെച്ചാൽ വിന്നർ മൂവി, തമിഴിലെ വിന്നർ മൂവി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വിന്നർ ഫാൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഗ്രാമത്തിൽ തന്നെയാണ്, നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വെള്ളച്ചാട്ടമല്ല കേട്ടോ. പിന്നെ ഈ വാട്ടർഫാൾസിലേക്ക് ഇപ്പം പോകാനായിട്ട് കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബോർഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, തമിഴിൽ എഴുതി വെച്ചേക്കുന്നത്. അപകടം പിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ. അതല്ലേ, അപകടമാണ്. ഇപ്പം തണ്ണി ഇറുക്കാ? അതല്ലേ. പണ്ട് ഒരുപാട് പേര് വന്നുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഈ കൊറോണയ്ക്ക് ശേഷം ഇവിടെ തിരക്ക് കുറഞ്ഞു. പിന്നെ ഈ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾ ഇപ്പോൾ കുറവാണ് വരുന്നത്. പിന്നെ ഭയങ്കര റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്, ഇറങ്ങാൻ പറ്റില്ല. ഈ മയിലാടുംതുറയിൽ വന്നെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ലൊക്കേഷനൊക്കെ ഉണ്ട് കേട്ടോ. ചുമ്മാ അടിച്ചു കൊടുത്താൽ മതി, നമ്മളെവിടെ നിന്നാലും ഇവിടെ കറക്റ്റായിട്ട് എത്തിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ സേത്തുമട ഭാഗത്തു നിന്നാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. അവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു ഇവിടെ വരെ എത്താനായിട്ട്. അപ്പോൾ വിന്നർ ഫാൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന വെള്ളച്ചാട്ടങ്ങളൊന്നും പോലെയല്ല. ഇത് ഇവിടെ നമുക്കൊരു റിവർ കാണാം കേട്ടോ. അതിങ്ങനെ തടയണ കെട്ടി വെച്ചേക്കുവാണ്, അത് കണ്ടില്ലേ. അപ്പോൾ ആളിയാർ ഡാം ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരമുള്ളൂ. ആ ഒരു ഭാഗത്തു നിന്ന് വരുന്ന റിവറാണ്. അപ്പോൾ ഇതൊരു വാട്ടർഫാൾസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ ആ ഒരു മൂവി കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ഇതാണ് വിന്നർ ഫാൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ ആ നദിയിലൊരു തടയണ കെട്ടി വെച്ചേക്കുവാണ്.
ഇവർ വെള്ളച്ചാട്ടം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് ഓവർഫ്ലോ ആയിട്ട് പോകും കേട്ടോ. ഇപ്പോൾ വെള്ളം കുറവാണ് ഈ നദിയിൽ, അതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇത് മൊത്തം മെത്തി നിറഞ്ഞ് അങ്ങ് ഒഴുകി പോകും താഴേക്ക് ആ തോട്ടിലേക്ക്. ഉണ്ടോ വെള്ളം ഒഴുകിയതിൻ്റെ ആ ഒരു പായലൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. അപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ്. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ. ഇതിൻ്റെ 2 ഭാഗത്ത് ഷട്ടറുകളുണ്ട്. അവിടെ ഷട്ടറുണ്ട്, അവിടെ ഷട്ടറുണ്ട്. അത് ക്ലോസ് ചെയ്തേക്കുവാണ്, അത് ഓപ്പൺ ചെയ്തേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചയൊന്ന് കാണാം. ഇവിടെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇവിടെ വലിയ ആഴമൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ശരിക്കും നിലം കാണാം കേട്ടോ. പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ആഴമാണ്, ഒട്ടും നിലയില്ല വെള്ളത്തിന് കേട്ടോ. അങ്ങനെ കുളിക്കാനൊക്കെ ഇറങ്ങി ഒത്തിരി പേര് ഇവിടെ മരിച്ചു പോയിട്ടുണ്ട്. അതിൽ പിന്നെ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെള്ളച്ചാട്ടം എന്ന് പറയാം അല്ലേ. ആ ഷട്ടർ ഓപ്പൺ ചെയ്ത് വിട്ടേക്കുന്നതാണ് കേട്ടോ. അതങ്ങനെ നല്ല ശക്തിയായിട്ടാണ് ഒഴുകി പോകുന്നത് ആ തോട്ടിലേക്ക്. അത് കണ്ടോ എന്നാ ഫോഴ്സിലാന്ന് നോക്കേ. അപ്പോൾ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് ഈ സംഭവമാണ്. അതായത് ഈ ഡാമിൽ നിന്ന് ഓവർഫ്ലോ ആയിട്ട് പോകുന്ന വെള്ളം, അല്ലെങ്കിൽ ഈ ഷട്ടർ തുറന്ന് വിടുന്ന വെള്ളച്ചാട്ടം. ഒരു വെള്ളച്ചാട്ടം പോലെ നമുക്ക് കാണാമല്ലോ. പിന്നെ മെയിനായിട്ടും ഇതിൽ ഓവർഫ്ലോ ആയിട്ട് പോകുന്ന ആ ഒരു കാഴ്ചയാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായൊരു കാഴ്ച എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല. അതല്ല എനിക്ക് ഇത് മൊത്തം ഓവർഫ്ലോ ആയത് പോകൂലേ. ആളിയാർ ഡാം. ആളിയാർ ഡാം ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ദൂരമുള്ളേ. 6 കിലോമീറ്റർ. അപ്പോൾ ആ ഡാമിൽ നിന്ന് അവിടെ നിന്ന് വരുന്ന വെള്ളമാണെന്നാണ് പറഞ്ഞത്. ആ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ടേ, അങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്ത് വിട്ടേക്കുവാണ്. അത് കണ്ടില്ലേ, ഇതൊക്കെ ഈ കൃഷിക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം തുറന്ന് വിട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ആ ഓലമട എന്ന ഗ്രാമത്തിൽ പോയില്ലായിരുന്നോ? അവിടെ ആ തോട് കുറുകെ അടക്കാനായിട്ട് എന്തോരം പാടുപെട്ടല്ലേ, അത്ര ഫോഴ്സിലല്ലേ വെള്ളം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ തോട്ടിലേക്ക് വെള്ളം വരുന്നത് ഇവിടുന്നാണ് അതിൻ്റെ ഫ്ലോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണേ. ആ തോട്ടിൽ എപ്പോഴും അത്രയും വെള്ളം ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ ഷട്ടർ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ആ തോട്ടിലും വെള്ളം വരുന്നത്. ഇപ്പോൾ നല്ല ഫോഴ്സിലല്ലേ പോയിക്കൊണ്ടിരിക്കണേ. ഇതൊക്കെ വെള്ളം ഒഴുകി പായലായി അത് ഡ്രൈ ആയിട്ട് കിടക്കണം കേട്ടോ, ചിപ്സൊക്കെ പൊടിക്കണ പോലെ. അവിടെ 2 പേര് ഇരുന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ടേ. മീൻ വെള്ളം കിട്ടിയാവോ ഇതിലാ? തെറിച്ച് പോവോ? ഇതൊക്കെ കരിമീനാണോ? എന്തൊക്കെ കുറേ മീനുകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വാട്ടർഫാൾസിൻ്റെ ഭംഗിയൊന്നും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല കേട്ടോ. ഇവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ. വെള്ളമുള്ളപ്പം ഇതിങ്ങനെ മെത്തി നിറഞ്ഞ് പതഞ്ഞ് ഒഴുകി പോകുന്നൊരു കാഴ്ച അടിപൊളിയായിരിക്കും അല്ലേ. പുതിയതായിട്ട് പണിതാന്ന് തോന്നുന്നു ഈ കെട്ടൊക്കെ കണ്ടിട്ട്. കണ്ടില്ലേ, നേരത്തെ അതില്ലായിരുന്നോ? എന്ത് ശാന്തതയായിട്ടാണ് കിടക്കണേന്ന് നോക്കി. പക്ഷെ അപകടം പതിയിരിക്കുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇറങ്ങി കഴിയുമ്പോഴാണ് പണി കിട്ടുള്ളൂ. അതിൻ്റെ കരയിലായിട്ട് കണ്ടില്ലേ തെങ്ങുകളിങ്ങനെ തിങ്ങി വളർന്നു നിൽക്കുന്നത്. ഈ ഗ്രാമത്തിലെ വീടുകളൊക്കെ ശ്രദ്ധിച്ചോ? ആ പരമ്പരാഗത ശൈലിയിലുള്ള വീടുകളൊക്കെയാണ് കൂടുതലും. ചെറിയ വീടുകളാണ് കേട്ടോ. കൂടുതലും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ ഗ്രാമത്തിൽ താമസിക്കുന്നത്. ഇവരൊക്കെ ഈ തെങ്ങും തോപ്പുകളിലൊക്കെ ഓരോ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ് കേട്ടോ. വളരെയധികം ആസ്വാദനം തോന്നുന്ന കാഴ്ചകളാണ് ഈ ഗ്രാമത്തിലെങ്ങും തന്നെ ഉള്ളത്. ഇതൊക്കെ ഒരു കനാലൊഴുകി പോകുന്നുണ്ട്. അതൊക്കെ ആളിയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണേ. എന്ത് രസം നോക്കി, ആ ഞാറ് നട്ടേക്കുന്ന കാഴ്ച കണ്ടോ. സൂര്യനൊക്കെ അസ്തമിക്കാറായിട്ടുണ്ട്. നമ്മൾ രാവിലെ പൊള്ളാച്ചിയിലെത്തിയതാണ്. ചെറിയൊരു പാടശേഖരമാണ്. അതിൻ്റെ കരയിലായിട്ട് ആ വീടും ആ വെള്ള പെയിൻറ്റ് അടിച്ചേക്കണോണ്ടാണേ അത്രയും കാണാനൊരു ഭംഗി തോന്നുന്നത്. അവിടെ ഒരു ബസ് വന്ന് കിടക്കണുണ്ടോ, അത് പൊള്ളാച്ചിക്ക് പോകുന്ന ബസ്സാണ്. പൊള്ളാച്ചിയിൽ നിന്ന് വന്നതാണ്, ഇവിടെ വന്നിട്ട് തിരിച്ച് പൊള്ളാച്ചിക്ക് പോകാനായിട്ട് കിടക്കുന്നതാണ് കേട്ടോ. ഇതിവിടെ ഒരു ജീപ്പ് കിടക്കണമൊക്കെ കണ്ടിട്ടത് വില്ലീസാണെന്ന് തോന്നുന്നു. ഒറിജിനൽ വില്ലീസ് ആണോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഒറിജിനൽ ആണോ എന്നറിയില്ല. വില്ലീസിൻ്റെ ഒരു ഷെയ്പ്പൊക്കെ തോന്നുന്നുണ്ട്, ചിലപ്പോൾ മോഡിഫൈ ചെയ്തേക്കണമായിരിക്കും. ആ ഡബിൾ ഗ്ലാസ്സൊക്കെ കാണാം. പക്ഷേ ഇതിൻ്റെ സ്റ്റിയറിങ് റൈറ്റ് സൈഡിലാണ്. സാധാരണ വില്ലീസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് അല്ലേ വരുന്നത്. ഇത് മഹേന്ദ്ര മോഡിഫൈ ചെയ്തായിരിക്കും മിക്കവാറും. എൻ്റെ ഗിയറൊക്കെ കണ്ടിട്ട് അങ്ങനെ സ്റ്റിയറിങ് മഹേന്ദ്രയുടെയാണ് വെച്ചിരിക്കുന്നത്. വില്ലീസിൻ്റെ ലുക്കിലേക്ക് ചെയ്തേക്കുന്നതായിരിക്കും. അത് ഒറിജിനലായിരിക്കും. ഒറിജിനലാവാൻ സാധ്യത വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ ചെറിയൊരു കോവിൽ കാണാവേ, ഗണപതി കോവിലാണേ. അതുപോലെ അതിന് സമീപത്തായിട്ട് ഇവിടെ ചെറിയൊരു കടയുണ്ട് കേട്ടോ. അധികം കടകളൊന്നും ഇല്ല കേട്ടോ ഈ ഗ്രാമത്തിൽ. ഇങ്ങനെയൊരു കട കാണാം. ആ കടയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ വരുമ്പോഴത്തേനെ ചെറിയൊരു കടയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ സാധനങ്ങളും കാണും. പച്ചക്കറി മുതൽ പലചരക്കുകൾ സാധനങ്ങൾ, അതുപോലെ ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ടാവും കേട്ടോ. ഇവിടെ കുറേ കയറുകൾ കെട്ടിത്തൂക്കിയിട്ടൊക്കെ പല വർണ്ണങ്ങളിലുള്ള കയറുകൾ. ഇത് ഈ പശുവിൻ്റെ മൂക്കുകയറ് കെട്ടുന്ന കേട്ടോ. ഈ ഗ്രാമത്തിൽ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട്.
അപ്പോൾ മൂക്കുകയർ കെട്ടാനായിട്ടുള്ള കയറുകൾ, പലതരത്തിലുള്ള കയറുകൾ നമുക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ കട. ചെറിയൊരു കടയാണേ. കട നിറയെ സാധനങ്ങളാണ് കേട്ടോ. ഇത് ഇവിടെ നോക്കേ, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ഇങ്ങനത്തെ അച്ചാർ വാങ്ങിക്കുമായിരുന്നു. പണ്ട് വെറുതെ തിന്നുമായിരുന്നു. മാങ്ങ അച്ചാറിട്ട് വെച്ചേക്കുന്നതാണ്. അതുപോലെ നെല്ലിക്കയുണ്ട്. പിന്നെ ഉണക്കമീൻ കണ്ടോ, ഉണക്കമീൻ വിൽക്കാനായിട്ട് കൂട്ടിലിട്ടേക്കുന്നത് ഉണക്കമീൻ കണ്ടോ. അതുപോലെ നമ്മുടെ ഒഴുകമീനുണ്ട് കണ്ടോ, ചെറിയ മീനൊക്കെ ഉണ്ട്. പാക്കറ്റിലാക്കി വെച്ചേക്കുകയാണ് ഉണക്കമീനുകൾ. അങ്ങനെയുള്ള നാടൻ ഐറ്റംസൊക്കെ നമുക്കിവിടെ കാണാം. അതേ പണ്ടത്തെ പമ്പരം, അയ്യോ പണ്ട് ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഇത് കാണുമ്പോൾ വരുന്നത്. പമ്പരം, അതെ, പണ്ട് ചെറുപ്പത്തിൽ വാങ്ങിക്കുമായിരുന്നു. അങ്ങനത്തെ പമ്പരമൊക്കെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരെണ്ണം കാണുന്നുണ്ടല്ലോ. അങ്ങനത്തെ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജി തോന്നുന്ന ഐറ്റംസൊക്കെ ഇവിടെ കാണാം. എല്ലാം പഴയ കാലത്തെ പമ്പരം. എല്ലാം പഴയ കാലത്തെ സാധനങ്ങൾ. അതൊക്കെ ഇപ്പോഴും തമിഴ്നാട്ടിലെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പണ്ട് വുഡൻ ടോയ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ വുഡൻ ടോയ്സ് ഒന്നും ആരും വാങ്ങിക്കില്ല. അതൊന്നും കാണാൻ പോലും ഇല്ല കേട്ടോ. അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഭയങ്കര കൗതുകവും നൊസ്റ്റാൾജിയ തോന്നും. ശരിയേക്കാ, തണ്ണി ഇറുക്കാ, കൂളിങ്, ഒരു ബോട്ടിൽ. എന്ത് ഭംഗിയാന്ന് നോക്കി. ഈ പുളിമരങ്ങൾ ഇങ്ങനെ വളർന്നു വെക്കുന്ന കാണാനായിട്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും തണൽ വിരിച്ചിട്ട്. അതിൻ്റെയൊക്കെ സൈഡിലായിട്ട് ധാരാളം വീടുകൾ നമുക്ക് കാണാം കേട്ടോ. വളരെ ചിലവ് കുറച്ചാണ് ഇവിടെ ഉള്ളവരൊക്കെ വീട് പണിയുന്നത്. ഇത് നോക്കി, അതിൻ്റെ ഭിത്തി കണ്ടില്ല, ആസ്പെറ്റോസ് വെച്ച് അങ്ങനെ മറച്ചിട്ടേ ഉള്ളൂ കേട്ടോ. കണ്ടോ, പുറത്തായിട്ട് തൊഴുത്ത് കാണാം. പശുവിനെ കെട്ടാൻ, ആടിനെ പശുവിനെ കെട്ടുന്ന തൊഴുത്തുകൾ അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഒരുപാട് വീടുകൾ നമുക്ക് ഈ നിരയിൽ കാണാം. അപ്പോൾ ഈ കാണുന്നത് ചെറിയൊരു ചായക്കടയും അതിനോടൊപ്പം തന്നെ ഒരു വീടും കൂടെ ചേർന്നതാണേ. ഇപ്പോൾ ചായ സമയമൊന്നും അല്ലാന്ന് തോന്നുന്നു. അടുപ്പൊന്നും കത്തിച്ചിട്ടൊന്നുമില്ല. പലഹാരങ്ങളൊക്കെ ചില്ല് ഭരണിയിലിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, തമിഴ്നാട്ടിൽ വരുമ്പം സാധാരണയായിട്ട് കാണുന്ന ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള ബിസ്ക്കറ്റുകൾ, ഇങ്ങനെ കേക്കുകളൊക്കെ കേട്ടോ ഭരണിയിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം സമയമാണേ, പക്ഷേ ഇപ്പോൾ ചായയൊന്നും ഇല്ലല്ലോ. അടുപ്പ് കത്തിക്കാനായിട്ട് കൊണ്ടുവച്ചേക്കുന്നതാണ്. മടൽ കണ്ടോ, ഇവിടെ തെങ്ങിന് ഒരു ക്ഷാമവും ഇല്ലല്ലോ. അപ്പം പ്രധാന ഒരു ഇന്ധനമാണ് ഈ മടൽ, അങ്ങനെയുള്ള തെങ്ങിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ. ആ ഒരു കാഴ്ച കണ്ടോ, പോത്തും കൂട്ടങ്ങൾ, പോത്തല്ല എരുമയല്ലേ, ഒരുപാടുണ്ടേ. അതിനെ മേയാൻ കൊണ്ടുപോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരു കാഴ്ച കണ്ടോ. പുറകെ പോകുന്ന നോക്കി, എന്തൊരുവാന്ന് നോക്കി. ഓ, അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. അവർ മാറിക്കൊടുക്കുമോ? ഇവരോടെ അങ്ങ് പോയാലോ വീട്ടിലേക്ക്. എരുമയല്ല കേട്ടോ, പോത്തും കുട്ടന്മാരാണേ. അവർ പോകുന്ന വഴിക്കും പുല്ല് തിന്നുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. അവർക്ക് അവരുടെ വിശപ്പ് പോയില്ല എന്ന് തോന്നണം. ഒന്നും ചെയ്യില്ല കേട്ടോ, നിങ്ങൾ പാവങ്ങളാണ്. ഞങ്ങളുടെ കുഴപ്പമില്ല, അവരുടെ ഒപ്പം നടന്നോളാൻ പറഞ്ഞു. ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഇത് മൊത്തം അങ്ങടതാണേ. എത്ര ഇറുക്ക്? 100 ഇറുക്ക്. അതുമൊക്കെ ആ കാഴ്ച കണ്ടിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നല്ല കേട്ടോ. ആ വീടും ആ വയലോരം, ആ വീടിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു തോടൊഴുകുന്നു. ഇത് മാത്രമല്ല കേട്ടോ, എവിടെ നോക്കിയാലും നമുക്കിങ്ങനെയുള്ള കണ്ണിന് ഭയങ്കര സന്തോഷം തരുന്ന കാഴ്ചകളാണ്. അതാണ് ഈ പൊള്ളാച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പൊള്ളാച്ചിയുടെ ഗ്രാമങ്ങൾക്കൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. തമിഴ്നാട്ടിൽ വേറെ ഏത് സ്ഥലത്തിനുണ്ട് ഇത്രയൊരു ഭംഗി? വേറെ ഗ്രാമങ്ങളുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. തെങ്കാശിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗ്രാമക്കാഴ്ചകളൊക്കെ കിട്ടും. പക്ഷേ പൊള്ളാച്ചിയുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് അത് വേറെ ഒന്നും തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ വരുമ്പോഴാണ് നമുക്കത് വ്യക്തമാകുന്നത്. ഒരു കാളവണ്ടി വരുന്നത് നോക്കി. ഇത് ഈ റേസിന് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടേ കാളവണ്ടി പെയിൻ്റൊക്കെ അടിച്ച്. ഇത് റേസിന് ഉപയോഗിക്കുന്നതാണ് അല്ലേ? റേസ്, റേസ് എപ്പോഴാണ്? അതെയോ? റൈസ് അടിച്ച കാളയാന്ന് പറഞ്ഞേ. 8ാவது പ്രൈസ്. ഇത് റേസ് എപ്പോഴാ? അതെയോ? എൻ്റെ അമ്മ, ഈ കാളയുടെ റേറ്റ് ആട്ടോ 7 ലക്ഷം രൂപ. ആ കാള വ്യത്യാസമുണ്ട്. സാധാരണ നമ്മളെന്താ പറയുക, വണ്ടി വലിക്കുന്ന ഒരു കാളയല്ല. എൻ്റെ ഒരു ബോഡി ഷേപ്പ് കണ്ടില്ലേ, റേസിന് വേണ്ടിയിട്ട് പാകപ്പെടുത്തി എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കണ്ടോ ബേൽപൂരി, പൊരി ഐറ്റംസൊക്കെ വിൽക്കാനായിട്ട് കണ്ടോ ബൈക്കിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത് കണ്ടോ. ഞാനൊരു ബേൽപൂരി പറഞ്ഞു കേട്ടോ. ഇത് കണ്ടില്ലേ, ബൈക്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ്. ഈ വണ്ടിയിലെല്ലാം ഉണ്ട്. ചായയുണ്ട്, കടിയുണ്ട്, മിഠായികളുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. 20. ശരി. ഇതിങ്ങനെ ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി മേടിക്കും. ഇങ്ങനെ ഈ വീടുകളൊക്കെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ കച്ചവടം നടത്തുന്നതാണ്. ചായയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, കെറ്റിലിൽ ചായ ഉണ്ട്. കടി ഉണ്ടാക്കി ഇருக்கு.
ആ ബജ്ജി എല്ലാം ഉണ്ട് കേട്ടോ. ആ മസാല ബോണ്ട അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച ബേൽപൂരി. അതൊരു മയിലാണ്, എന്നെ കണ്ടിട്ട് ഓടിപ്പോയി കേട്ടോ. പെൺമയിലാണ്, പീലി കുറവാണല്ലേ, പറന്നുപോയി. മയിലാടുംതുറൈ പേര് പോലെ തന്നെ ഒരുപാട് മയിലുകളുണ്ട് ഈ ഗ്രാമത്തിൽ. ഇതിലൂടെ ഒരു കനാൽ ഒഴുകുന്നുണ്ട്. ഇത് ആളിയാർ ഡാമിൽ നിന്ന് തുടങ്ങുന്ന കനാലാണ് കേട്ടോ. ആ കാളക്കുട്ടന്മാരെ കണ്ടില്ലേ, അവർ റേസിന് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ 2 കാളക്കുട്ടന്മാരെ കണ്ടായിരുന്നല്ലോ, നമ്മൾ കാളവണ്ടിയിലേ കയറിയില്ലായിരുന്നോ. അവരും ഈ പറഞ്ഞ പോലെ തന്നെ റേസിന് പങ്കെടുക്കുന്ന കാളകളാണ്. അതിന് വേണ്ടിയിട്ട് ഒരുക്കി നിർത്തിയേക്കുന്ന കേട്ടോ. പക്ഷേ ഈ കാളകളെ കണ്ടില്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട കാളകളെക്കാളും നല്ല വലിപ്പമുണ്ട്, പിന്നെ നല്ല ഫിറ്റാണ്. അവരുടെ ശരീരമൊക്കെ കണ്ടില്ലേ, നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഇതിനൊക്കെ പരിപാലിക്കാൻ നല്ല ചിലവാണ്, ചുമ്മാ റേസിനൊന്നും ഇറക്കാൻ പറ്റുമൊന്നുമില്ലല്ലോ. നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ വളർത്തുന്ന കാളകൾ, അതിൻ്റെ വില കേട്ടില്ലേ. അപ്പോൾ ഇവർക്ക് എല്ലാ ഞായറാഴ്ചകളിലും ഇങ്ങനെ പൊള്ളാച്ചിയിലെ ഗ്രാമങ്ങളിൽ കാളവണ്ടി ഓട്ട മത്സരങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ആ ചേട്ടൻ അണ്ണം പറഞ്ഞതാണ് നമ്മുടെ അടുത്ത്. അപ്പോൾ ഇവർക്ക് പ്രൈസൊക്കെ കിട്ടും കേട്ടോ. ഈ കാളയ്ക്ക് പ്രൈസൊക്കെ അടിച്ചെന്നല്ലേ പറഞ്ഞേ. ഞാനൊരു ഇടവഴി കണ്ടപ്പോൾ അങ്ങനെ കയറിയതാണ് കേട്ടോ, മൺപാത. ഇതെങ്ങോട്ടാണ് ചെല്ലുന്നതെന്നൊന്നും ഒരു പിടിയില്ല. ഇവിടെ കുറേ പേര് ആടിനെയൊക്കെ മേയ്ക്കാനായിട്ട് നിൽക്കുന്നുണ്ടേ ഈ കനാൽ തീരത്ത്. അപ്പോൾ ഇത് ആളിയാർ ഡാമിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഈ കനാൽ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നിയായിരുന്നു. അപ്പോൾ നമ്മുടെ പരിപാടിയിൽ ചെറിയൊരു മാറ്റം വന്നു. നമ്മൾ മയിലാടുംതുറയിൽ നിന്ന് ആളിയാർ ഡാമിൻ്റെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഡാമിലേക്ക് എന്താണെങ്കിലും ഇപ്പോൾ പ്രവേശിക്കാൻ പറ്റില്ല, കാരണം ടൈമൊക്കെ 6 മണി ആവാറായിട്ടുണ്ട്. 6 മണി വരെ ഉള്ളൂ. ഇവിടെ 2 പേര് ആടിനെയൊക്കെ മേയ്ക്കാനായിട്ട്. ബ്രോ നിങ്ങളുടെ പേരെന്നെ? ആ സ്വാമിനാഥൻ. ആ നോക്കടെ മുരുകൻ. ആ ആട് എത്ര പേർക്ക്? 30 ആട് ഇരിക്കും അല്ലേ. കണ്ടാ മുന്നിൽ കാണുന്ന വലിയ മലനിരകൾ കണ്ടോ, വെസ്റ്റേൺ ഗഡ്സ് ആണേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗത്താണ് ആളിയാർ ഡാമൊക്കെ വരുന്നത്. അപ്പോൾ അതെ ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ട് ഇറങ്ങിയതാണേ. ഈ തെങ്ങുംതോപ്പിൻ്റെ അകത്ത് 1-2 വീടുകളുണ്ട് കേട്ടോ. ഇവിടെ ഈ പശുവുണ്ട്, ഒരുപാട് പശുവിനെയൊക്കെ വളർത്തുന്ന ഒരു വീടാണ്. ഇവിടെ പശുവിനെ കറക്കുന്നത് കണ്ടോ. അപ്പോൾ ഇവിടെ കുറേ പശുക്കൾ, അതുപോലെ തൊഴുത്തുണ്ട്. ഇതേ ഇവിടെ ഒരു വീട് കാണാം, അതുപോലെ അവിടെ ഒരു വീടുണ്ട്. വലിയൊരു തെങ്ങും തോട്ടമാണ്. അപ്പോൾ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ഇതൊക്കെ കാണുമ്പം അങ്ങ് ഇറങ്ങുന്നേ ഉള്ളൂ. ഇതൊക്കെ സാധാരണ ആയിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്ന കാഴ്ചകളൊക്കെ അല്ലേ. ഇത് ഇവിടെ പശുവിൻ്റെ കാല് കെട്ടിയിട്ടേക്കണം. നോക്കി അതെന്തായിരിക്കും അങ്ങനെ കെട്ടിയേക്കണം, അവർക്ക് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത് കണ്ടോ ആ പശുവിൻ്റെ, അതായത് എങ്ങനെ കെട്ടിക്കുന്നതെന്നറിയോ, അവരുടെ മൂക്ക് കയറിൽ നിന്ന് ആ ഫ്രണ്ടിലെ ആ കാലുകളിലേക്ക് ബന്ധിപ്പിച്ചേക്കുവാണ് കയറ് കെട്ടിയിട്ട്. അത് എന്തിനായിരിക്കും, അവർക്ക് ഇങ്ങനെ കഴുത്ത് പൊക്കാൻ പോലും പറ്റില്ലല്ലോ. അയ്യോ ഇതെന്ത് കഷ്ടമല്ലേ ഇതിങ്ങനെ ചെയ്യുന്നത്. എന്തിനായിരിക്കും അങ്ങനെ ചെയ്തേക്കുന്നത് അറിയത്തില്ലല്ലോ. അവർ നടക്കണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് നടക്കുന്നത്. വഴി തെറ്റിയെന്ന് ചെറിയൊരു സംശയം ഉണ്ട് കേട്ടോ. ഇതുവഴിയല്ലേ ആളിയാർ ഡാമിലേക്ക് പോകേണ്ട വഴി ഇതാണോ? ഇത് മിക്കവാറും ഷോർട്ട് കട്ട് വല്ലതും ആയിരിക്കും. അപ്പോൾ നമുക്കെന്തായാലും വഴിയൊന്നും തെറ്റിയിട്ടില്ല, കറക്റ്റ് വഴി തന്നെയാണ് പോകുന്നത് കേട്ടോ. ഷോർട്ട് കട്ടായിരുന്നു. ഇത് അങ്ങനെ ആളിയാർ ഡാമിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. മെയിൻ റോഡിലേക്ക് ചെന്ന് കയറുകയാണ് ഈ വഴി. പക്ഷേ നമുക്ക് ഡാമിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ, സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വരെ വന്നതല്ലേ, നമുക്ക് ആളിയാർ ഡാം ഒന്ന് കണ്ടേക്കാം. ടൈം 6:30 വരെ ഉണ്ടേ. അപ്പം ഏകദേശം 1 മണിക്കൂറുണ്ട്. 1 മണിക്കൂർ കഷ്ടമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഓടിപ്പോയി കണ്ടിട്ട് വരാം കേട്ടോ. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ്. ആളിയാർ ഡാമിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നൊരു സ്ഥലമേ ആയിരുന്നില്ല. അവിടെ നിന്ന് ചുമ്മാ ആ ഗ്രാമക്കാഴ്ചകൾ കണ്ട വഴിയിലേക്ക് കയറി. അപ്പോഴാണ് അറിഞ്ഞത് ആളിയാർ ഡാമിലേക്ക് പോകുന്ന വഴിയാണെന്ന്. എന്നാൽ പിന്നെ അതിലേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോകുന്നതാണ് കേട്ടോ. ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് താഴെ വലിയൊരു പാർക്കൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ക്ലോസിങ് ടൈം ആയതുകൊണ്ട് തിരക്ക് കുറവായിരിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ മലമ്പുഴ ഡാമിലൊക്കെ ചെല്ലുന്ന പോലെ ഗാർഡനൊക്കെ സജ്ജീകരിച്ച് നല്ല രസമാണ്. അപ്പോൾ ഡാം ആയാലും ഇങ്ങനെ വേണേ, ഡാം ടൂറിസം അടിപൊളിയല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലാണ് കൂടുതൽ ആളുകളൊക്കെ വരികയുള്ളൂ. അപ്പോൾ ഈ ഗാർഡൻ്റെ ഒക്കെ നടുക്കോടെ ഇതിങ്ങനെ കനാലുകൾ പോകണമാണ് കേട്ടോ. അപ്പോൾ ഈ കനാലുകളൊക്കെയാണ് ആ ഗ്രാമങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ, വെള്ളം കൊണ്ടുപോകുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി വേണം നമുക്ക് ഡാമിൻ്റെ മേളിലേക്ക് എത്താനായിട്ട്. ഈ ഡാമിൻ്റെ മേളിലൊക്കെ കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വെട്ടം ഫിലിമൊക്കെ ഈ ഡാമിൻ്റെ പരിസരത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേളിൽ. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്നൊന്ന് കയറിയിട്ട് കാഴ്ചകളൊക്കെ ആയിട്ട് ഇറങ്ങി വരാം കേട്ടോ. അധികം സമയമൊന്നും ഇല്ല. ഓ സൂപ്പർ, ഒന്നും പറയാനില്ല കേട്ടോ. എൻ്റെ പൊന്നെ എന്ത് ഭംഗിയാന്നൊക്കെ ഡാം കാണാനായിട്ട്. ഓ ആ മലകളൊക്കെ ഉണ്ടോ, വെസ്റ്റേൺ ഗഡ്സ്, അതൊക്കെ ഇങ്ങനെ ക്യാൻവാസിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ അല്ലേ ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ ലൈറ്റ് പോയി തുടങ്ങിയേ, അതുകൊണ്ട് അത്ര ഒരു സെറ്റപ്പല്ല കാണാനെങ്കിലും. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല.
അപ്പോൾ നമ്മുടെ വാൽപ്പാറയൊക്കെ പോകുന്ന അതിലെയാണ്, ആ മലയുടെ മേളിൽ കൂടെയാണ് ആനമല മലനിരകൾ, അതിൻ്റെ താഴെയാണ് കേട്ടോ ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ആ ഷട്ടർ കണ്ടോ, അതാ കനാലിൻ്റെ ഷട്ടറാണേ. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെയാണ് ആ കനാൽ പോകുന്നത് കേട്ടോ. 1969 ആളിയാർ റിവറിന് കുറുകെ പണിത ഡാമാണ് ഇത്. പ്രധാനമായിട്ടും കൃഷിക്കും ജലസേചനത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇറിഗേഷൻ ഡാമാണേ. നമ്മൾ ആ മലകളൊക്കെ കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ മേളിക്കൂടെയാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. നമ്മുടെ അതിരപ്പള്ളി എന്നൊക്കെ വരുമ്പം വാൽപ്പാറ വഴി പൊള്ളാച്ചിക്ക് വരുമ്പോൾ ഈ ഡാമൊക്കെയാണ്, ഈ റിസർവറൊക്കെ ആണ് കേട്ടോ. ഞാൻ പണ്ട് ഒരുപാട് വർഷങ്ങൾ മുന്നെയാണ് വന്നിട്ടുണ്ട്. അടിപൊളി റൂട്ടാണ്. നമുക്കിപ്പോൾ നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ആ വഴി പോവാം, അതിരപ്പള്ളി എന്നിട്ട്. പക്ഷേ ഇനി കയറി പോകാൻ പറ്റില്ല, അങ്ങോട്ട് ചെക്ക് പോസ്റ്റിൽ നിന്ന് കടത്തി വിടില്ല കേട്ടോ ഈ സമയം ആയതുകൊണ്ട് തന്നെ. പകലൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഡാമിൻ്റെ മേളിൽ നിന്നേ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ പൊള്ളാച്ചിയിലെ തെങ്ങുംതോട്ടങ്ങളുടെ ഒരു വിശാലമായിട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. നമ്മൾ എന്താ പറയുക, ഈ കടലുള്ള സ്ഥലത്തൊക്കെ ചെന്നിട്ട് ഇങ്ങനെ കടൽ കാണില്ലേ, അതുപോലെ തന്നെ കടൽ പോലെ അങ്ങ് പരന്ന് കിടക്കുവാണ് വലിയ തെങ്ങുംതോട്ടങ്ങൾ. പക്ഷേ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വന്ന സമയം കറക്റ്റല്ല കേട്ടോ, അത് മാത്രമാണ് ചെറിയൊരു വിഷമമുള്ളൂ. അപ്പോൾ ഈ ഡാമിൻ്റെ പല ഭാഗത്തു നിന്നും നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാം കേട്ടോ. ഇങ്ങനെ താഴേക്ക് സ്റ്റെപ്പ് പണിതിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡാമിൻ്റെ അത് കുറേ കൊട്ടവഞ്ചികളൊക്കെ കിടക്കണ കാണാവേ. ഇത് സവാരിക്ക് കൊണ്ടുപോകണമാണോ അതെയോ മീൻ പിടിക്കാനുള്ള ആവശ്യത്തിന് ഇട്ടേക്കണതാണോ? ഇത് കണ്ടില്ലേ, ഇപ്പോഴത്തെ കൊട്ടവഞ്ചികളൊക്കെ ഇങ്ങനെ മോഡേൺ ആയിട്ട് വരുവാണ് കേട്ടോ, ഫൈബറിലൊക്കെ. പണ്ടത്തെ കൊട്ടവഞ്ചികൾ ശരിക്കും കെട്ടി ഉണ്ടാക്കുന്നത്, അതായത് മുള വെച്ച് കെട്ടി ഉണ്ടാക്കുന്നത്, അതാണ് ശരിക്കും കൊട്ടവഞ്ചി, ട്രഡീഷണൽ ആയിട്ടുള്ള കൊട്ടവഞ്ചി എന്ന് പറയുന്നത്. ഇപ്പം എല്ലാം ഫൈബറിലുള്ള പരിപാടിയല്ലേ. ഈ വള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തടിയിൽ നിർമ്മിച്ചിട്ട് ഫൈബറിൽ മോൾഡ് എടുക്കുമല്ലേ, കുറേ കൂടെ ഈട് നിൽക്കും. അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ മിക്കവാറും ഈ മീൻ പിടിക്കാനൊക്കെ ആയിട്ടായിരിക്കും. അതിൻ്റെ വരിപ്പ് കണ്ടോ, നമ്മുടെ ഈ കിണറിൽ നിന്നൊക്കെ വെള്ളം അടിച്ച് കയറ്റുന്ന ഹോസ് വെച്ചിട്ട് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തേക്കുവാണ് കേട്ടോ, ഡാമേജ് ആവാതിരിക്കാനായിട്ട്. താഴേക്ക് പോകാതിരിക്കാനായിട്ട് ചുറ്റും കല്ലൊക്കെ എടുത്ത് വെച്ചേക്കുന്നതൊക്കെ. ബോട്ടിങ്ങിൻ്റെ ആണോ? ഇത് ബോട്ടിങ്ങിൻ്റെ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ, മീൻ പിടിക്കാനുള്ളതല്ല. അതല്ലേ, 5:30 വരെ ഇവിടെ ബോട്ടിങ് ഉണ്ട് കേട്ടോ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ വിചാരിച്ച മീൻ പിടിക്കാനായിട്ടായിരിക്കും, അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിനാലപ്പുറത്തേക്ക് ആരും തന്നെ ഇല്ലല്ലോ, എല്ലാവരും ആ ഒരു ഭാഗത്താണ് കൂടിയേക്കുന്നത്. എല്ലാവരും തിരിച്ചിറങ്ങാൻ പോവുകയാണ്. അവിടെ കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ബൊലേറോ നിർത്തിയിട്ടേക്കണാണവേ, അത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിരിക്കും അല്ലേ, എന്തെങ്കിലും ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് കേട്ടോ ഈ ഡാമിൻ്റെ പ്രധാന ഷട്ടറുകളൊക്കെ വരുന്നത്. രാവിലെ 8 മണി മുതലാണ് ഇവിടെ പ്രവേശനം. ആ ബൊലേറോ അത് പോലീസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ മൊത്തം 20 രൂപയാണ് ആയത് കേട്ടോ. നമ്മുടെ എൻട്രി പാസും പിന്നെ ഫോട്ടോഗ്രാഫി അതുകൂടെ ചേർത്ത് 20 രൂപയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേരെയൊക്കെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടേ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള. ഇതുണ്ടല്ലേ വാട്ടർ ആക്ടിവിറ്റീസ്, അവിടെ ചെറിയ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ റേറ്റ് കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ടേ. ഇത് ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ. അത് ഞാൻ വിചാരിച്ചില്ല, പണ്ടത്തെ ടെലിഫോൺ ബൂത്ത് പോലെ. അതിൻ്റെ അകത്ത് ഒരാളിരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തോരം ഐറ്റംസ് ആണ് നോക്കെ. അപ്പോൾ ഡാമിൻ്റെ വെളിയിൽ ഇങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ടേ. കടകളെല്ലാം തന്നെ പ്രകാശപൂരിതമായിരിക്കുകയാണ് കേട്ടോ. മീനൊക്കെ ഉണ്ടല്ലോ വറുത്ത് കൊടുക്കണേ. ഈ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഡാം സൈറ്റുകളിലൊക്കെ നമ്മൾ മെയിനായിട്ട് കാണുന്നതാണ് ഈ മീൻ പിടിച്ച് വറുത്ത് കൊടുക്കും ലൈവായിട്ട്. അങ്ങനെ ഒത്തിരി കടകൾ കാണാം കേട്ടോ നമുക്ക്. അതെ, എല്ലാ ഐറ്റംസ് തന്നെ കിട്ടും കേട്ടോ. കളിപ്പാട്ടങ്ങൾ അങ്ങനെയുള്ള എല്ലാം കിട്ടും. ഇവിടെ പാർക്കിങ്ങൊക്കെ ഈ റോഡ് സൈഡിൽ തന്നെ ഉണ്ട്. നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരം ഒരുപാട് വൈകി കേട്ടോ, രാത്രിയായി. വൈകി എന്ന് പറഞ്ഞാലേ ഒരു 100-200 കിലോമീറ്റർ ഇനി പോകാനുണ്ട് വീട്ടിലേക്ക്, അതാണ്. അപ്പോൾ ഇനി നേരെ ഇവിടുന്ന് പോയിട്ട് ആനമല റൂട്ടിൽ പോയി അവിടുന്ന് തിരിഞ്ഞ് ഗോവിന്ദാപുരം അല്ലെങ്കിൽ മീനാക്ഷിപുരം വഴി അങ്ങനെ കൊല്ലങ്കോട് നെന്മാറ അങ്ങനെ തിരിച്ചു പോകാമെന്നാണ് കരുതിയേക്കുന്നത്. ഇനി പൊള്ളാച്ചിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ കാഴ്ചകളൊന്നുമില്ല. നമ്മൾ ഒറ്റ ദിവസമൊക്കെ ആയിട്ട് പൊള്ളാച്ചിയിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.